പേരാമ്പ്രയിലെ വിവാദ അനൗൺസ്മെന്റ് വീഡിയോയിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന് നോട്ടീസ്. UDFന്റെ പരാതിയിൽ ഡെപ്യൂട്ടി കളക്ടറാണ് നോട്ടീസ് അയച്ചത്. അനൗൺസ്മെന്റ് മാതൃക പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമെന്ന പരാതിയിലാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. MS അനീഷ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, ഇതിൽ വിശദീകരണം നൽകിയിട്ടുണ്ടോ? പാർട്ടി എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് വിവാദമായ ഈ തെരഞ്ഞെടുപ്പ് അനൗൺസ്മെന്റ് ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെ UDF DGPക്കും ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടത് സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറാണ് അദ്ദേഹത്തിൽ നിന്നും വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി സംബന്ധിച്ച വിശദീകരണം നൽകും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഉച്ചതിരിഞ്ഞിപ്പോൾ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക പ്രകാശന വേളയിൽ ഇക്കാര്യങ്ങൾ ചോദിച്ചെങ്കിലും തന്റെ അറിവോടെ അല്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രചാരണം നടത്തിയല്ല ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എങ്ങനെയാണ് ഇത് വന്നത് എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും നേരായ വഴിയിൽ മതേതരത്വം പറഞ്ഞു കൂട്ടുകയാൻ തന്നെയാണ് തങ്ങളുടെ ശ്രമമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വിശദീകരണം ഇക്കാര്യത്തിൽ TP രാമകൃഷ്ണൻ നൽകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ വിശദീകരണം ഇന്നുണ്ടാവുകയും ചെയ്യും. എന്തായാലും മറുവശത്ത് UDF ക്യാമ്പ് ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് ആയുധമായി തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിൽ പ്രതികരണം നടത്തുന്നു. സ്ഥാനാർത്ഥിയും ഒപ്പം അതിരൂക്ഷമായ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ വടകര തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ പ്രചരിക്കപ്പെട്ട ഒരു സമൂഹ മാധ്യമ സന്ദേശമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുകയും ചെയ്തു. അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രചാരണമാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ നടക്കുന്നതെന്നാണ് UDF ആരോപിക്കുന്നത്. അഭിലാഷ്. യെസ്, എന്തായാലും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോഴത്തെ ഈ പ്രതികരണം എന്നതാണ്. ഇവിടെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കാഫിർ സ്ക്രീൻഷോട്ട്, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഖൗമിലെ കുട്ടിയെ എന്ന തരത്തിൽ, അതായത് സമുദായത്തിലെ കുട്ടിയെ വിജയിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗുകാർ വീടുകൾ തോറും കയറി ഇറങ്ങി പറയുന്നു എന്ന തരത്തിലുള്ള അനൗൺസ്മെന്റ് ആണ് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി നടത്തിയത്. ഇത് ഒരു ഫാബ്രിക്കേറ്റഡ് ആയ, അതായത് കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തന്നെ മറ്റൊന്നായി ഇത് മാറുന്നു എന്നതാണ് UDFന്റെ, അതായത് ബോധപൂർവമായി ഇടതുപക്ഷം കെട്ടിച്ചമച്ച ഒന്നാണ് എന്നതാണ് ഇപ്പോൾ UDFന്റെ ഒപ്പം ലീഗിന്റെയും വാദം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.